നമസ്കാരം. ഡൈറസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും കാശിക്കൊണ്ട് നേരെ രാവിലെ എയർപോർട്ട് വന്നിറങ്ങിയ. അപ്പോൾ ഇന്നലെ നല്ല വെള്ളം കയറിയാണ്. അത് ഉരുളുപൊട്ടിൻ്റെ വെള്ളമായിരുന്നു. നമ്മുടെ മുണ്ടക്കയത്ത് കൂട്ടിക്കൽ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഉരുളുപൊട്ടി, അതിന് വെള്ളമാണ് വന്നത്. അപ്പോൾ വെള്ളം ഇപ്പം ഇറങ്ങി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരാൾ വലയൊക്കെ വീശുന്നുണ്ട്. അപ്പം കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് കൂടെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഗീവ് അവേയുടെ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ആരാ വിന്നറെന്ന് എനിക്കറിയത്തില്ല. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് വിട്ടാലോ. ഇവിടെ എല്ലാം വെള്ളം കയറി. വലിയ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ രീതിയിലൊന്നും ആയിട്ടില്ല. പക്ഷേ ഒരു വലിയ വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ വർഷവും ഉള്ളത് നമ്മുടെ ഈ റോഡിലെല്ലാം കയറും. ഈ റോഡിൽ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 2 അടി വെള്ളമൊക്കെ കയറും. പക്ഷേ ഇതുവരെയുള്ള വെള്ളപ്പൊക്കം ഒന്നും വന്നിട്ടില്ല. അപ്പം ഇന്നിപ്പം നല്ല മൂടിക്കെട്ടി കിടക്കും. ഇന്ന് ഓറഞ്ച് അലർട്ടാ ഞാൻ പറഞ്ഞിലേക്ക്. പക്ഷേ വേറെ കാര്യം, ഓറഞ്ച് അലർട്ട് പറഞ്ഞ ദിവസങ്ങളെല്ലാം നല്ല വെയിലായിരുന്നു. ഉരുള് പൊട്ടിയതിൻ്റെ വെള്ളം വന്ന് കയറിയതാ. ഉരുള് പൊട്ടിയതുകൊണ്ട് ആളപായമോ ഒന്നുമില്ല, നഷ്ടങ്ങളൊന്നും അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസിലൊന്നും കണ്ടില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും, വാർത്തയില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇതെല്ലാം ഉരുള് പൊട്ടിയ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നിങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു വല വീശുന്നുണ്ട്. അപ്പം വല വീശുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കാം. അങ്ങനെ കാശിക്കൊണ്ട് അവിടെ എഴുന്നേറ്റിരിക്കുന്നതിൻ്റെ പാടാ മുഖത്തിങ്ങനെ. ഭയം പണ്ട് കണ്ടോ. ഇന്നലെ മടവല പിടിച്ചപ്പോൾ മൊത്തം പരലായിരുന്നു. പരലും കുറുവായും കല്ലേമുട്ടിയും ഉണ്ട്. കുറുവായി കിട്ടിയായിരുന്നു. കല്ലട മൂട്ടിയും കിട്ടി ഇഷ്ടം പോലെ. മടവലക്കാത്ത എനിക്ക് ആദ്യമായിട്ട് വലുത് കിട്ടി. കല്ലമുട്ട ഡിസൈൻ കണ്ടിട്ട് നമ്മുടെ ഇതിൻ്റെ പോലെ ഉണ്ട്. ഇപ്പോൾ സിലോപ്പിയുടെ പോലെ. ഇത് നല്ല വലുതാവും. ഇത് തിരുവല്ല അവൻ്റെ അക്കൂറിയത്തിൻ്റെ ഷോയ്ക്കകത്ത് ഈ ഗൗരാമി ഉണ്ടായിരുന്നു, നല്ല വലുപ്പമുള്ള സൈസുള്ളത്. നല്ല വലുപ്പമാണ്. 1 കിലോയ്ക്ക് അടുത്തൊക്കെ സൈസാകുന്നു തോന്നുന്നു. നാളെ നടക്കില്ല ഞങ്ങൾക്ക്. നീ കൊച്ചാണ് കൊച്ചാനും കൂടെ ഇത് വളർത്തി മീനാണ്. പക്ഷേ ഇത് നല്ല സൈസ്. ഇന്നലെ വല പിടിച്ച് നമുക്ക് കുറച്ച് മീൻ കിട്ടിയത് നമ്മൾ തന്നെ വാരി. അപ്പോൾ ഇന്നലെ കിട്ടിയ മീനെ നമ്മൾ തന്നെ കുറച്ച് മീനെ വറക്കാൻ എടുത്തിട്ടുണ്ട്. ബാക്കി മീനെ പറ്റിക്കാനെടുത്ത് ഏകദേശം അത് മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ മീൻ പറക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മീൻ പറക്കാനും കുറച്ച് പറ്റിക്കാനും. ഇത് ഞങ്ങളുടെ കാശിക്കോട്ടിന് വേണ്ടി. അപ്പോൾ കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ പരലും ഈ കല്ലേമുട്ടി കിട്ടുന്നുണ്ട്. കല്ലേമുട്ടിയൊക്കെ മറവിലേക്കകത്തൊക്കെ ആദ്യമായിട്ട് അങ്ങനെ കിട്ടും. പരലാണ് കൂടുതൽ. പരലും വയമ്പ് കുറച്ചേ ഉള്ളായിരുന്നു. പരലാണ് കൂടുതൽ. നല്ല മുഴുത്തതല്ല, നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നല്ലതായിട്ട് മീൻ കിട്ടി. പെട്ടെന്ന് നമുക്ക് 1-1.5 മണിക്കൂറിൽ നല്ലതായിട്ട് നമുക്ക് കറി വെക്കാനും പറ്റിക്കാനുള്ള മീൻ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇത് ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു.
ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രയോജനം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ദിസ് ഈസ് രഞ്ജിത്ത് ആൻഡ് കാശിക്കോട്ടൻ സൈനിങ് ഓഫ്. ടാറ്റ, സീ യു. ഒരു കൊടുത്തേ.